ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം പേരിൽ ഗൂഗിൾ തന്നെ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ സോങ്സ് ഗൂഗിൾ തന്നെ പാടിത്തരും. നമ്മുടെ വീട്ടിൽ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചാറ്റ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഓരോ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കും നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഒരു സോങ്സ് നമ്മൾ ബർത്ത്ഡേ സോങ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. എന്നാൽ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വേറെ നമ്മുടെ സ്വന്തം പേരിൽ പാടും. അത് നമുക്ക് നമ്മുടെ ഗൂഗിൾ പാടിത്തരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പേര് മാത്രം അടിച്ചു കൊടുത്താൽ മതി. ഏത് പേരാണോ വേണ്ടത് ആ പേരവിടെ അടിച്ചു കൊടുക്കുക, ഗൂഗിൾ നമുക്ക് ഇങ്ങോട്ട് പാടിത്തരും. അപ്പോൾ നമുക്ക് ആ സോങ്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്നാൽ നമുക്ക് ആ വീഡിയോയ്ക്ക് പോയാലോ? അപ്പോൾ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓരോ ഫോണിൻ്റെയും അതായത് ഗൂഗിൾ ഉണ്ടാവുമല്ലോ, അത് അതിൻ്റെ ആപ്പ് തന്നെ ഉണ്ടാവും, അതിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കിതേപോലെ വന്നിട്ടുണ്ട്. ഞാനിത് അങ്ങനെ അപ്ഡേറ്റ് ഒന്നും ചെയ്യാത്ത ആളാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അത് ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്പേസ് ഒന്നും ഇടാതെ അടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂട്ടിയിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക, ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. ഇതിൽ ഏറ്റവും ഫസ്റ്റിലായിട്ട് തന്നെ കാണാം ഒരു സൈറ്റിൻ്റെ ഒക്കെ ചിഹ്നം കാണാം, www.firsthappybirthday.com എന്നൊക്കെ കാണാം. നമ്മൾ ആ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ .com എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ നമ്മുടെ കുറേ പേരിൻ്റെ അക്ഷരങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഇതിൽ മുകളിലായിട്ട് ഫൈൻഡ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരുടെ ബർത്ത്ഡേ ആണോ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരുടെയാണോ ബർത്ത്ഡേ വെച്ചാൽ ആ വ്യക്തിയുടെ പേര് ഇവിടെ അടിക്കുക. ആ വ്യക്തിയുടെ പേര് ഇവിടെ അടിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മിന്നു എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മിന്നു എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ നമുക്ക് അതിന് മാച്ചുള്ള കുറച്ചുകൂടി പേര് വരും. അപ്പോൾ അതിലേത് പേരാച്ച് നമ്മൾ ആ പേര് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ പേര് മാത്രം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇനി നമ്മളിവിടെ പ്ലേ ബർത്ത്ഡേ സോങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഞാനിത് ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ സോങ്സ് ഉണ്ടോ, നമ്മുടെ പേര് വെച്ചിട്ട് മിന്നു പറഞ്ഞിട്ട് പേര് വെച്ചിട്ട് വരും. ഇതിങ്ങനെ ഇവിടെ പ്ലേ ആവുന്നുണ്ട്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെയായിട്ട് ഡൗൺലോഡിങ് സോങ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഡൗൺലോഡ് ആവും. പിന്നെ ഞാനിവിടെ ജസ്റ്റ് വേറൊരു പേരടിച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ ഏത് പേര് വേണമെങ്കിലും കിട്ടും കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് വേറൊരു പേരടിക്കുകയാണ്. നമ്മളവിടെ പേരടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേരിന് മാച്ചിങ് ആയിട്ടുള്ള കുറേ പേര് വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ സോങ്സ് ഇവിടുന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെക്സ്റ്റായിട്ട് നമുക്കിതിന്ന് ഈ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് അത് പോവും. അപ്പോൾ അതവിടെ ഡൗൺലോഡ് ആയിക്കോളും. അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ആ പാട്ട് ഇവിടെ കേൾക്കാൻ പറ്റും. ഇത് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഒരു പണിയില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഒരു പണിയില്ലാതെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ സോങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആരുടെ പേര് വേണമെങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഫൈൻഡ് യുവർ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ ആരുടെ പേര് കൊടുത്താലും അവിടെ നിങ്ങൾക്ക് ആ പേര് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാത്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്